കാട്ടാക്കട ഒറ്റശേഖരമംഗലം എന്ന സ്ഥലത്ത് പുലിയുടെ സാന്നിധ്യം എന്ന നാട്ടുകാർ. മണ്ഡപത്തിൻകടവ് കുന്നിൽ ക്ഷേത്ര പരിസരത്താണ് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ വെച്ച CCTV-യിൽ പുലിയെ പോലുള്ള ഒരു ജീവി കടന്നു പോകുന്നത് പതിഞ്ഞിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഇതാണ് ആ ദൃശ്യങ്ങൾ. ജിബിൻ JB വിവരങ്ങളുമായിട്ടുണ്ട്. ജിബിൻ, ഇത് വനപ്രദേശത്തോട് ചേർന്ന ഇടമാണോ? എന്തെങ്കിലും ഒരു സ്ഥിരീകരണം ഉണ്ടോ? ഇതിപ്പോൾ നമുക്ക് ഈ ഒറ്റ ദൃശ്യം കൊണ്ട് ഇത് പുലിയാണോ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും. ദിവിഷ തന്നെയാണ് ഇപ്പോൾ ഈ കണ്ടെത്തിയിരിക്കുന്നത്. നാട്ടുകാർ സംശയം ഉന്നയിച്ചിരുന്നത് പുലിയാണെന്നാണ്. പക്ഷേ പുലി അല്ല എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന്. അവിടെ കണ്ടെത്തിയിരിക്കുന്നത് ലാബ് ഇനത്തിൽപ്പെട്ട ഒരു നായയുടെ ദൃശ്യങ്ങളാണ് CCTV-യിൽ ഉണ്ടായിരുന്നതെന്നാണ് വനം വകുപ്പ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയോട് കൂടിയാണ് ഈ ഒറ്റശേഖരമംഗലത്ത് ഇത്തരത്തിൽ ഒരു റബ്ബർ പുരയിടത്തിന്റെ അകത്ത് വെച്ചിരുന്ന CCTV-യിൽ ദൃശ്യങ്ങളിൽ ഒരു അജ്ഞാത ജീവിയെ കണ്ടെത്തുകയും ചെയ്തത്. തുടർന്ന് ഇതിന്റെ ഉടമസ്ഥനാണ് ഒരു 4 സെക്കൻഡുള്ള ദൃശ്യങ്ങൾ പകർത്തി നാട്ടുകാർക്ക് ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾക്ക് അയച്ചു കൊടുത്തത്. അതായത് മണ്ഡപത്തിൻകടവ് ക്ഷേത്രത്തിന്റെ അടുത്താണ് ഈ ദൃശ്യങ്ങൾ കണ്ടത്. തുടർന്ന് ക്ഷേത്ര ഭാരവാഹികൾക്ക് അയച്ചു കൊടുത്തു. അവരാണ് പോലീസിൽ വിവരം അറിയിക്കും. പോലീസ് പിന്നീട് ഈ ദൃശ്യങ്ങൾ വനം വകുപ്പിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നീട് വനം വകുപ്പ് എത്തി നടത്തിയ പരിശോധനയിലാണ് ഇത് പുലിയല്ല, ഇത് ലാബ് ഇനത്തിൽപ്പെട്ട ഒരു നായയാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. നാട്ടുകാർ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വനം വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി. ജിബിൻ JB ആണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഈ ആടിനെ പിടിച്ച് പട്ടിയാക്കി എന്നൊക്കെ പറയുന്ന പോലെ ഒരു പാവം പട്ടിയെ പിടിച്ച് പുലിയാക്കി കളഞ്ഞു. പക്ഷെ ആളുകളുടെ ആശങ്കയാണ് നമ്മൾ അതിനെക്കുറിച്ച് കാണുന്നതല്ല. എന്തായാലും അത് പട്ടി ആയതുകൊണ്ട് നമുക്കൊരു കൗതുകവും രസവും തോന്നുന്നതെന്ന് മാത്രം. എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആളുകൾ ആശ്വാസത്തോടെ സമാധാനത്തോടെ ഇരിക്കുക. ഒറ്റശേഖരമംഗലത്ത് പുലിയുമില്ല, കടുവയുമില്ല.